ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ച് 8Kയിൽ വീഡിയോ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് അതേസമയം സ്ക്രീനിൽ കാണാനും പറ്റും. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വലിയ സ്ക്രീനിൽ ഇത് പ്രിവ്യൂ ചെയ്യാനായിട്ടും പറ്റും. ഗൈസ്, ലക്ഷങ്ങൾ മുടക്കി 2025 നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ ഐപാഡ് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇന്നത്തെ വീഡിയോ സിമ്പിളാണ്. എൻ്റെ 16 Proയിൽ നിന്നും Z Fold 7ലേക്ക് മാറിയപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് പ്യുവർ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ ഏകദേശം 1 വർഷമായിട്ട് iPhone 16 Pro ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. ഞാൻ iPhone 8ലാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ iPhone 12 ആയി, അതിന് ശേഷം iPhone 15 Plus ആയി, ശേഷം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 16 Proയിലേക്ക് മാറി. ഒബ്വിയസ്ലി ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഡെസേർട്ട് ടൈറ്റാനിയത്തിനേക്കാളും എത്രയോ ഒരു പ്രീമിയം കളർ തന്നെയാണ് ഈ ഒരു ബ്ലൂ ഷാഡോ. വർഷങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് കാരണം ഇപ്പോൾ നമ്മളൊരു Z Fold 7 കൈ പിടിക്കുമ്പോൾ ഒരു നോർമൽ ക്യാൻഡി ബാർ ഫോൺ പിടിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ശരിക്കും നിങ്ങൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ തിക്നെസ് ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് കമ്പയറബിൾ ടു 16 Pro തന്നെയാണ്. പക്ഷേ ഈ സാധനം എങ്ങനെ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. എന്തൊരു തിന്നാണെന്ന് അറിയൂ ഈ സാധനം. ഞാൻ ഇപ്പോഴും വണ്ടർ അടിക്കുന്നുണ്ട്, കാരണം ഒരു USB Type-C പോർട്ടിന് അത്രമാത്രം തിക്നെസ് ഉള്ള ഈ ഒരു സാധനം ഇത്രയും വലിപ്പം ഉണ്ടായിട്ടും വെറും 218 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. കണ്ടില്ല, ഇത് ഒരു വിരൽ കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഉള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് റിയലി ഹാർഡ് ടു അച്ചീവ്. സോ നിങ്ങളൊരു ഐഫോണിൽ നിന്നും Z Fold 7ലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. സാംസങ്ങിൻ്റെ സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓണാക്കിയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിലുള്ള സകല ഡേറ്റയും ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോൾഡിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. പോർട്ടിംഗ് പ്രോസസ് വെരി സിമ്പിൾ. ഇനി ഈ ഒരു പുതിയ ടൈറ്റാനിയം ഹിഞ്ച് നല്ല സ്റ്റേഡിയാണ്. സോ ഡ്യൂറബിലിറ്റി വൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് ഡ്യൂറബിലിറ്റി. പ്ലസ് ഇതിന് ഇപ്രാവശ്യം IP48 റേറ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ മുക്കിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ Z Fold 6 എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടായി. അതിൽ നിന്നും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ, കവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ഡിസ്പ്ലേ ആയിട്ട് മാറിയത്, അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. സോ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ഈ ഒരു കോണ്ടന്റ് ഇത് റെക്ടാങ്കുലർ ഫോർമാറ്റിലാണ്. ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഇപ്പോൾ സിനിമ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ സിനിമ സ്ക്രീന് റൗണ്ടഡ് എഡ്ജായിട്ട് ആൻഡ് ഈ ഒരു അറ്റത്ത് ഒരു പില്ലൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? അതാണ് എനിക്ക് ഈ ഒരു iPhone 16 Proയിൽ നിന്നും കിട്ടുന്നത്. ഇനി റെക്ടാങ്കുലർ ഷേപ്പിൽ തന്നെ കണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും വലിയ ബ്ലാക്ക് ബാറുകൾ വരും. Z Fold 7ന്റെ ഒരു 21:9 ആസ്പെക്ട് റേഷ്യോ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഫീൽ തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ടാബിൽ കാണുന്നത് പോലെ കാണാം. വേറൊരു ഐപാഡിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ചാരി വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലോ കോഫി മഗിന്റെ ആവശ്യമില്ല. ഇതൊരു സ്മാർട്ട് കിക്ക് സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാം. ജസ്റ്റ് ഇങ്ങനെ L ഷേപ്പിൽ മടക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഈവൻ സെയിം ടൈമിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കൺട്രോൾസ് വരുന്നുണ്ട്. എന്തിന് കമന്റുകൾ വായിക്കാം, അതിന് റിപ്ലൈ വരെ കൊടുക്കാം, വീഡിയോ കണ്ടുകൊണ്ട് തന്നെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇന്നർ ക്യാമറ എന്ന് പറയുന്നത് ഔട്ടർ ക്യാമറയുടെ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. ഇനി ഇന്നർ ഡിസ്പ്ലേയുടെ കാര്യം പറയുവാണെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ബ്രൈറ്റർ ആണ്. പ്ലസ് ഇത്തവണ ഞാൻ നോട്ടീസ് ഒരു കാര്യം എന്താ അറിയോ, ഇതിന്റെ ക്രീസ് പണ്ടത്തെ കാലം എത്രയോ ഇത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത്, നോർമലി നിങ്ങൾ യൂസ് ചെയ്യില്ലേ, എത്രത്തോളം കൂടുതൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നു അത്രത്തോളം കുറവായിട്ടാണ് ക്രീസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ദ മോർ യു ഓപ്പൺ ദ ലെസർ ദ ക്രീസ് ഇസ് വിസിബിൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വിരൽ കൊണ്ട് തൊട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് ക്രീസ് നോക്കിയാൽ ശരി, ചെറിയൊരു വെൻ്റ് അവിടെ കാണുമെങ്കിലും അത് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയേ പോലും ഇല്ല. ഇനി 16 Proയുടെ ക്യാമറാസ് ആർ ഗ്രേറ്റ്. നല്ല ക്യാമറാസ് ആണ് 16 Proയോടൊപ്പം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോ ഫോൺസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അൾട്രാ ഫോൺ വേണ്ടി വന്നു. പ്രീവിയസ് ഇയർ വരെ അങ്ങനെയായിരുന്നു. ബട്ട് ദിസ് ടൈം ഇതിൻ്റെ ക്യാമറ സിസ്റ്റം അടിപൊളി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സെയിം 200 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നിങ്ങൾക്ക് വരുന്നത്. അമേസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. പ്ലസ് സാംസങ്ങിൻ്റെ ആ ഒരു പ്രോ വിഷ്വൽ എഞ്ചിനും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫോട്ടോഗ്രാഫി വൈസ് ആയിക്കോട്ടെ, വീഡിയോഗ്രാഫി വൈസ് ആയിക്കോട്ടെ അടിപൊളിയാണ്. ഫോൾഡിലും യാതൊരു കോംപ്രമൈസും വന്നിട്ടില്ല. ഈവൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷനിൽ കാണാൻ പറ്റും. സൈഡിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസിൻ്റെ എന്തൊക്കെയാണെന്നുള്ള കറൗസൽ വരും. എന്ന് മാത്രമല്ല, ഈവൻ സുഖമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് ഞാൻ ആദ്യം പറയുന്ന പോലെ ബാക്ക് ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ 8Kയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. സ്വന്തമായിട്ട് വേറെ ആരെയും സഹായമില്ലാതെ തന്നെ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മടക്കി വെച്ച് ട്രൈപോഡ് പോലും ഇല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ 2 ഫോട്ടോസ് കാണിച്ചു തരാം. ഒരെണ്ണം iPhone 16 Proയിൽ ഷൂട്ട് ചെയ്തതാണ്, ഒരെണ്ണം Galaxy Z Fold 7 ഷൂട്ട് ചെയ്തതാണ്. ഇനി ഐഫോണുകളിൽ നിങ്ങൾക്ക് ആപ്പിൾ ഇന്റലിജൻസ് ലഭിക്കുന്നുണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഈ ഒരു ഫോട്ടോ നമുക്കൊന്ന് ക്ലീനപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ സർക്കിൾ ചെയ്യുവാണ്. ക്ലീനപ്പ് കഴിഞ്ഞു. വാട്ട് ഈസ് ദിസ് 1 ലക്ഷത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോണിനകത്തുള്ള മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ഇന്റലിജൻസ് ആണ്.
ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ട് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. ഈ ഫോൾഡിനകത്തുള്ള ഗാലക്സി എയുടെ 7 അകലത്ത് പോലും ഞാൻ സെയിം ഫോട്ടോ ഗാലക്സി എയിൽ കാണിച്ചു തരാം. എന്ത് രസമായിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നറിയോ? ഇത് എറേസ് മാത്രമല്ല, ഇത് ജനറേറ്റീവ് ഫില്ല്, അതായത് കോണ്ടന്റ് എന്താണെന്ന് നോക്കി ഗാലക്സി എ ഉപയോഗിച്ച് ജനറേറ്റീവ് ഫില്ല് കൂടെ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് വാട്ട് വി നീഡ്, വിച്ച് ഇസ് വാട്ട് വി എക്സ്പെക്ട് ഫ്രം എൻ എ ഐ. ഈവൻ നിങ്ങൾ ഓൾറെഡി എടുത്ത ഫോട്ടോസിൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടുവരണോ, വിരൽ കൊണ്ട് ചുമ്മാ വരച്ചു കഴിഞ്ഞാൽ മതി. വരച്ച കാര്യം സ്കെച്ച് ടു ഇമേജ് വഴി ജനറേറ്റ് ചെയ്ത് അവിടെ വരും. ലൈറ്റിങ്ങും ഷാഡോസും എല്ലാം മാച്ചും ആവും. ഐഫോണിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 1-2 ഇമോജി നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാം. പിന്നെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അതിനകത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് കാർട്ടൂൺ ഉണ്ടാക്കാൻ പറ്റും. ഇതേ ഉള്ളൂ. ശരി, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഹേയ് സിറി, what month was last month? It's Sunday, September 7th, 2025. ഇന്നത്തെ ഡേറ്റ പറയുന്ന കഴിഞ്ഞ മാസം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ what month was last month? August. Z Fold 7-നകത്ത് നിങ്ങൾക്ക് വരുന്നത് ഗൂഗിൾ ജെമിനയാണ്. ഗൂഗിൾ ജെമിന ഈസ് മൈൽസ് അഹെഡ്. ഞാൻ വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഫൈൻഡ് ദ നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് ദാറ്റ് സെർവ്സ് ഗുഡ് പനീർ ബട്ടർ മസാല ആൻഡ് ആഡ് ഇറ്റ് ടു മൈ കാലണ്ടർ ഫോർ 5 PM ടുഡേ. I have successfully found the nearest restaurant that serves paneer butter masala, which is Kadamba Veg, and added a dinner event to your calendar for 5 PM today. Search for the latest Samsung Galaxy S25 Ultra review from the channel Sharath Neon Tech on YouTube and summarize it. Based on the video from Sharath's Neon Tech, here is a summary of the Samsung Galaxy S25 Ultra review. The video provides a 24-hour review of the Samsung Galaxy S25 Ultra, highlighting its new features and improvements over it. ഇനി ജെമിന ഔട്ടർ സ്ക്രീനിൽ മാത്രമല്ല കേട്ടോ, ഇന്നർ സ്ക്രീനിന് വേണ്ടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ജസ്റ്റ് പോർട്ടഡ് വെർഷൻ ഒന്നുമല്ല, പ്രോപ്പറായിട്ട് അത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുവാണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് അതിനോട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ ലൈവായിട്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്യും. I am currently using the Z Fold 7, so what is the changes in this? The S26 Ultra has a more traditional smartphone design compared to the foldable Z Fold 7. It boasts a powerful camera system with a 200 megapixel. ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. റൈറ്റിംഗ് ടൂൾസ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് വാട്സാപ്പാണ്. വാട്സാപ്പിൽ എനിക്കൊരു ക്ലയൻറ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ആൾക്ക് റിപ്ലൈ അയക്കുമ്പോൾ അതൊന്ന് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിനകത്ത് ഈ ഒരു റൈറ്റിംഗ് ടൂൾസ് വരില്ല, അത് വർക്ക് ചെയ്യില്ല. ദെൻ വാട്ട് ഈസ് ദ യൂസ്? പക്ഷേ ഗാലക്സി എയിൽ അങ്ങനെയല്ല. ഇത് കീബോർഡിനകത്ത് തന്നെയാണ് ഇവരുടെ എ ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ടെക്സ്റ്റ് അസിസ്റ്റൻറ്റും കാര്യങ്ങളെല്ലാം കീബോർഡിലുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കീബോർഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എന്ത് രീതിക്ക് വേണമെങ്കിലും ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കവർ സ്ക്രീൻ യൂസ് ചെയ്ത് ഒരു ഇൻ്റർപ്രറ്ററായിട്ട് ഇപ്പോൾ അറിയാത്ത ഭാഷയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെ സംസാരിച്ച് ഇപ്പുറത്തെ സ്ക്രീനിൽ അവരുടെ ഭാഷയിൽ എഴുതി കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്ററായിട്ട് വരെ യൂസ് ചെയ്യാം. Gracias por ser amigo. Thank you for being a friend. പിന്നെ സർക്കിൾ സെർച്ചിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഒട്ടനവധി കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാം. സ്ക്രീനിലുള്ള ജസ്റ്റ് സർക്കിൾ ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. ഏതെങ്കിലും ലൊക്കേഷൻ ആണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് മാപ്പിൽ ഓപ്പൺ ചെയ്യാം. ഫോൺ നമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പരിപാടി നിങ്ങൾക്ക് സർക്കിൾ സെർച്ച് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഐഫോണിൻ്റെ അകത്തുള്ളതോ ഇതാ ഈ ഒരു എക്സ്ട്രാ ക്യാമറ ബട്ടൺ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം വരും, വിഷ്വൽ ഇൻ്റലിജൻസ്. എന്തിനാണ് ഇതിന് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പേര് കൊടുത്തേക്കുന്നത് പോലും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളിങ്ങനെ വിഷ്വൽ ഇൻ്റലിജൻസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ അത് ഉടനെ ചോദിക്കും. ഞാൻ ചാറ്റ് GPT അടുത്ത് പോയി ചോദിക്കട്ടെ? ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ ചാറ്റ് GPT അടുത്ത് പോയി ചോദിക്കട്ടെ എന്ന് ചോദിക്കാനാണെങ്കിൽ ഞാൻ ചാറ്റ് GPT ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ പോലെ. ഞാൻ എന്തിനാ ഈ വിഷ്വൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം? ബൈ ദ വേ ഒരു പ്രോ ടിപ്പ് പറഞ്ഞാൽ Z Fold 7-നകത്ത് നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിനകത്തും നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്യും. അപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗൂഗിൾ ജെമിനി അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറും തരും. ചാറ്റ് GPT അടുത്ത് പോയി ചോദിക്കുന്നത് പറയൂല. ഇനി അത് മാത്രമല്ല, Z Fold 7-നകത്ത് ഇത്തവണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരേ സമയം 3 ഗെയിം വരെ ഇതിനകത്ത് റൺ ചെയ്യാം. ഐ നോ ഇറ്റ് ഡസൻ സൗണ്ട് പ്രാക്ടിക്കൽ. ആരും 3 ഗെയിമൊന്നും ഒരേ സമയത്ത് കളിക്കാൻ പോകുന്നില്ല. ബട്ട് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്ലസ് ഗെയിമിംഗ് ഓൺ ദ ബിഗർ സ്ക്രീൻ, അത് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ്. ഒരു ചെറിയ സ്ക്രീനിൽ കളിക്കുന്നതിനേക്കാളും എത്രയോ നല്ല രസമാണ് ഒരു വലിയ ഇമ്പൾസീവ് ആയിട്ടുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുക എന്നുള്ളത്. ഗെയിമിംഗ് നിങ്ങളൊരു താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു അഡിക്ഷനായി മാറും നിങ്ങൾക്ക് ആ ഒരു ഗെയിമിംഗ് ഇതിൽ കളിക്കാനായിട്ട്. നല്ല രസമാണ്. പക്ഷേ ഈ ഒരു ഫോണിനെ പറ്റിയുള്ള ബിഗ്ഗസ്റ്റ് കൺസേൺ ആൾക്കാർക്ക് ഉണ്ടായെന്നറിയോ? ഇത്രയും തിന്നായിട്ടുള്ള ഫോണാണല്ലോ
പറഞ്ഞല്ലോ 4400 mAh ബാറ്ററിയെ കൊടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്യും? 4400 mAh ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു iPhone 16 Pro'നകത്ത് എത്രയാണെന്നറിയോ? 3582 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. സോ ഇത് എത്രയാണോ എനിക്ക് ബാറ്ററി ബാക്കപ്പ് തരുന്നത്, ഞാൻ ഒരു ലൈറ്റ് യൂസാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്തായിരിക്കും വീണ്ടും എനിക്ക് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. 1 day എനിക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യും. ഇനി ഹെവി യൂസറാണ്, ഞാൻ ഉള്ളിലുള്ള സ്ക്രീനും പുറത്തുള്ള സ്ക്രീനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഈവനിങ് ആകുമ്പോൾ ചാർജ് ചെയ്യും എൻ്റെ ബാറ്ററി ആൻസൈറ്റി ഒന്ന് മാറ്റാനായിട്ട്. പക്ഷേ ആ സെയിം ബാറ്ററി ആൻസൈറ്റി എനിക്കിതാ ഈ iPhone 16 Proയിലും ഉണ്ട് അതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് എനിക്ക് ബാറ്ററി ഇതിൽ 4400 ഉള്ളൂ, അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇതിൽ കിട്ടുന്നത് എന്താണോ അത് തന്നെ എനിക്ക് ഇതിലും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുവാണ് iPhone 16 Proയിൽ നിന്നും Galaxy Z Fold 7ലേക്ക് മാറിയിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ ഐ ഫീൽ റിയലി ഗുഡ്. കാരണം എൻ്റെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് സുഖമായിട്ട് ഒരൊറ്റ ഡിവൈസിൽ ചെയ്യാൻ പറ്റും. എനിക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടാത്ത ഒരുപാട്, അതായത് ഇത്രയും പൈസ മുടക്കി ഞാൻ ഒരു ഐഫോൺ വാങ്ങിയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ എനിക്ക് സുഖമായിട്ട് ഈ ഒരു Z Fold 7 ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബൈ ദ ബൈ, ഇത് സാംസങ്ങിൻ്റെ 7ാമത്തെ ജനറേഷൻ ഫോൾഡബിൾ ആണ്. 7 വർഷമായിട്ട് ഇവരിങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അവർ ഫോൾഡ് മൈൻഡിൽ കണ്ട സമയത്ത് ഈ ഒരു ഫോണായിരിക്കും മൈൻഡിൽ കണ്ടത്. 7 കൊല്ലം പണിയെടുത്ത് ഇന്നോവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനത്തിൽ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ മെച്ചുവർ ടെക്നോളജി. ഇതിന് പണ്ടത്തെ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ക്രീസും കുറവാണ്, ഹിഞ്ചും നല്ലതാണ്, ഡ്യൂറബിൾ ആണ്, ഒരു നോർമൽ ഫോണിൻ്റെ അത്രയും തിക്നെസ് ഉള്ളൂ. ആൻഡ് ക്യാമറാസ് ആർ അമേസിങ്, പെർഫോമൻസിന് ഒരു കുഴപ്പമില്ല, സ്പീക്കേഴ്സ് ആർ ലൗഡ്, ഡിസ്പ്ലേ ഈസ് ഗ്രേറ്റ്, ഇന്നർ ഡിസ്പ്ലേ, ഔട്ടർ ഡിസ്പ്ലേ, മൊത്തത്തിൽ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് Galaxy Z Fold 7. ബൈ ദ ബൈ, ആപ്പിൾ അവരുടെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ 2026 ഇറക്കുമെന്നൊരു റൂമർ കേട്ടായിരുന്നു. പക്ഷേ 2026 ആപ്പിൾ അവരുടെ ആദ്യത്തെ ഫോൾഡബിൾ ഫോണായിരിക്കും ഇറക്കുന്നത്. ആ സമയം സാംസങ് അവരുടെ 8ാമത്തെ ജനറേഷൻ ഫോൾഡ് ഇറക്കും. ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇന്നോവേഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സും കൊണ്ടുവന്ന്. സോ കൺക്ലൂഷനായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കാനുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ ആ ഒരു പ്ലാൻ റീകൺസിഡർ ചെയ്യാം. കാരണം ഇത്രയും അടിപൊളി സാധനം ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത്ര ഉള്ളൊരു വീഡിയോ. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.